എടാ ഞാനൊരു അടിപൊളി വീഡിയോ അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എടി ഞാനൊരു അടിപൊളി വീഡിയോ അയച്ചിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കണേ. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംശയമാണ്, ഈ വലിയ വലിയ ക്രിയേറ്റേഴ്സ് അവരുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് രാത്രിയിലാണ്, എന്നാലും അവരുടെ വീഡിയോസ് വൈറലാകാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് അൽഗോരിതം രാത്രിയിൽ ഡിഫറൻ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അതോ രാത്രിയിൽ അപ്ലോഡ് ചെയ്താലാണോ നമ്മുടെ വീഡിയോസ് വൈറലാകുന്നത്? ഇതിൻ്റെ പുറകിലുള്ള ലോജിക്ക് എന്താണ്? അതുപോലെ ഇനി മുതൽ നിങ്ങളും രാത്രിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മതിയോ? ഇവിടെ ശരിക്കും അൽഗോരിതം എന്താണ് ചെയ്യുന്നത്? അതായത് രാത്രിയിൽ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോസ് എന്തുകൊണ്ടാണ് വൈറലാകുന്നത്? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഈ പറയുന്ന ഒരു കാര്യം ഇവിടെ ശരിയാണ് കേട്ടോ. നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പലയിടത്തും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അതായത് രാത്രിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ശരിക്കും വൈറൽ ആകാറുണ്ട്. പക്ഷേ ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നത് അൽഗോരിതമാണോ? അതായത് അൽഗോരിതം ഈ രാത്രിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ അതിനെ കൂടുതൽ പുഷ് ചെയ്യാറുണ്ടോ? ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളൊരു ക്രിയേറ്ററായിട്ടല്ലാതെ ഒരു വ്യൂവറായിട്ട്, അതായത് മറ്റുള്ളവരുടെ വീഡിയോസ് കാണുന്ന ഒരു വ്യൂവറായിട്ട് നിങ്ങൾ ഇതിനെ ആലോചിക്കണം. അതായത് നിങ്ങൾ എല്ലാ ദിവസവും രാത്രിയിൽ പകലത്തെ പണികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് രാത്രിയിൽ ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ, അങ്ങനെ കിടക്കുമ്പോഴും നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ മൊബൈൽ ഉണ്ടായിരിക്കും, നിങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ശരിയാണല്ലോ പറയുന്നത്? നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ഇത് ചെയ്യാറുണ്ടായിരിക്കും. ഇത് പലരുടെയും ഒരു ശീലമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് നൈറ്റ് സ്ക്രോളിംഗ് ഹാബിറ്റ് എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ നിങ്ങൾ സൈക്കോളജിക്കലി കാര്യം മനസ്സിലാക്കുക. അതായത് ഈ രാത്രിയിൽ ഒരു 10 മണി മുതൽ 1 മണി അല്ലെങ്കിൽ 2 മണി വരെയുള്ള ഓഡിയൻസ്, ചില ആളുകൾ അതിൽ കൂടുതലും കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ മൊബൈലിൽ സ്ക്രോൾ ചെയ്ത് വീഡിയോസ് കാണുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് കാറ്റഗറി ഓഡിയൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ രാവിലെ നിങ്ങൾക്ക് ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ പോകണം. ആ സമയത്ത് നിങ്ങൾ മൊബൈലിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ വീഡിയോ പോലും നിങ്ങൾ ശരിക്കും കാണത്തില്ല. പെട്ടെന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയും. വേണമെങ്കിൽ നമുക്ക് പറയാം, നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോസ് ആ സമയത്ത് കോളമാക്കുകയാണെന്ന് വേണമെങ്കിലും പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രേക്ക് സമയത്ത് അല്ലെങ്കിൽ ലഞ്ച് കഴിക്കുന്ന ആ ഒരു സമയത്ത് അപ്പോഴും നിങ്ങൾ മൊബൈലിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയും. കാരണം നിങ്ങളുടെ ബ്രേക്ക് ടൈം തീരും, നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു പോകേണ്ടതാണ്. പക്ഷേ നിങ്ങൾ രാത്രിയിൽ നിങ്ങളുടെ ബെഡിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പകൽ നിങ്ങളുടെ എല്ലാ പണികളും കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ അവിടെ ഫ്രീ ആയിരിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിലാണ്, നിങ്ങൾക്ക് അവിടെ യാതൊരു ശല്യവുമില്ല. ഈ സമയത്ത് നിങ്ങൾ മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ കാണുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും കാണുന്നത്. ആ വീഡിയോ നിങ്ങൾ മാക്സിമം കാണുകയും ചെയ്യും. നിങ്ങളിങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവും, നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാനും പറ്റും. കാരണം ഇങ്ങനെയുള്ള വ്യൂവേഴ്സ് എന്ന് പറയുന്നത് സീരിയസ് വ്യൂവേഴ്സ് ആണ്. അവർ ടൈം പാസിന് വേണ്ടിയിട്ടല്ല ആ വീഡിയോ കാണുന്നത്. അവർക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടതുകൊണ്ടും അവർക്കതിൽ ആവശ്യമുള്ളതുകൊണ്ടാണ് അവർ ആ വീഡിയോസ് കാണുന്നത്. ഇങ്ങനെ അവർ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ മാക്സിമം ആളുകളും നിങ്ങളുടെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണും. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കാറുണ്ട്. അവർക്ക് ഈ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരവരുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കൂടുതലും നിങ്ങളുടെ വീഡിയോസിന് ഈ ഷെയർസും കാര്യങ്ങളും കിട്ടുന്നത് രാത്രിയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നിങ്ങളുടെ വീഡിയോയ്ക്ക് ഹൈ റിട്ടൻഷൻ കിട്ടും. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഓഡിയൻസ് റിട്ടൻഷൻ വളരെ ഹൈ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് യൂട്യൂബ് അൽഗോരിതത്തിന് കൊടുക്കുന്ന ഒരു സിഗ്നലും കൂടിയാണ്. അപ്പോൾ യൂട്യൂബ് അൽഗോരിതം നോക്കുമ്പോൾ ഇനിഷ്യലി തന്നെ നിങ്ങളുടെ വീഡിയോയ്ക്ക് ഒരുപാട് ഓഡിയൻസ് റിട്ടൻഷനും കിട്ടിയിട്ടുണ്ട്, അതുപോലെ ഒരുപാട് ഷെയർസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് അൽഗോരിതം നിങ്ങളുടെ വീഡിയോയ്ക്ക് പകൽ സമയത്തും കൂടുതൽ റീച്ച് തരികയും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും. നിങ്ങളുടെ വീഡിയോയ്ക്ക് അവിടെ കൂടുതൽ വ്യൂസ് കിട്ടുകയും ചെയ്യും. ഈ രീതിയിലാണ് രാത്രിയിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ വൈറലാകുന്നത്. അൽഗോരിതത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വീഡിയോ പകലാണോ അപ്ലോഡ് ചെയ്യുന്നത് അതോ രാത്രിയാണോ അപ്ലോഡ് ചെയ്യുന്നത്, ഇതിൽ യൂട്യൂബ് അൽഗോരിതത്തിന് യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ പുതിയ ചാനലാണോ പഴയ ചാനലാണോ, ഇതും യൂട്യൂബ് അൽഗോരിതം നോക്കത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വലിയ ചാനലാണോ അതോ ചെറിയ ചാനലാണോ, ഇതും യൂട്യൂബ് അൽഗോരിതത്തിന് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. അൽഗോരിതം നോക്കുന്നത് നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇനിഷ്യൽ ടൈമിൽ, അതായത് ആദ്യത്തെ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എത്ര ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടി, എത്ര എൻഗേജ്മെന്റ് കിട്ടി, എത്ര ലൈക്സും കമൻസും കിട്ടി, ഈ കാര്യങ്ങൾ മാത്രമേ യൂട്യൂബ് അൽഗോരിതം ഇവിടെ നോക്കത്തുള്ളൂ. ഇത് നിങ്ങൾക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അൽഗോരിതം ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഈ വീഡിയോയെ കൂടുതൽ ആളുകളിലേക്ക് പുഷ് ചെയ്തുകൊണ്ട് പോകും. ഇനിയിപ്പോൾ നിങ്ങൾ പകലാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ആർക്കാണ് പകൽ കൂടുതൽ സമയമുള്ളത്? വീട്ടമ്മമാരാണെങ്കിൽ അവർക്ക് വീട്ടിൽ ഒരുപാട് ജോലികളുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് അവരെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയാലായി.
അതുപോലെ തന്നെ ഓഫീസിലാണെങ്കിൽ കോളേജിൽ പോകുന്നവർ ബസ്സിലോ മെട്രോയിലോ ഇരുന്നിട്ട് അവരവരുടെ മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയാലായി. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അവിടെ സ്കിപ്പ് ചെയ്ത് കളയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഓഡിയൻസ് റിട്ടൻഷൻ ഒരുപാട് കുറഞ്ഞു പോകും. പക്ഷേ രാത്രിയിൽ വീഡിയോ കാണുന്നവരുടെ കയ്യിൽ ഒരുപാട് സമയമുണ്ട്. അവർ ഫ്രീ ആണ്, അവർക്ക് മറ്റ് ജോലികളും ഒന്നുമില്ല. അപ്പോൾ അവർ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ അവർ സെലക്ട് ചെയ്ത് ചൂസ് ചെയ്തിട്ടായിരിക്കും ആ വീഡിയോ കാണുന്നത്, ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ ആ വീഡിയോ കാണുന്നത്. അപ്പോൾ അവർ മാക്സിമം നിങ്ങളുടെ ആ വീഡിയോ കാണുകയും ചെയ്യും. നിങ്ങൾക്ക് അവിടെ ഓഡിയൻസ് റിട്ടൻഷനും കൂടുതൽ കിട്ടും. അതുപോലെ അവർ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഷെയറും കൂടുതൽ കിട്ടും, എൻഗേജ്മെൻറ്റും അവിടെ കൂടുതൽ കിട്ടും. അപ്പോൾ അൽഗോരിതം നോക്കുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത്, പകലാണോ രാത്രിയിലാണോ, ഇത് അൽഗോരിതം നോക്കുന്നില്ല. അൽഗോരിതം നോക്കുന്നത് ഇനിഷ്യൽ ടൈമിൽ ആദ്യത്തെ ആ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എത്രമാത്രം എൻഗേജ്മെൻറ്റ് കിട്ടി, എത്രമാത്രം ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടി, എത്ര ഷെയർസ്, കമൻസ്, ലൈക്സ്, ഈ കാര്യങ്ങൾ കിട്ടി. ഇത് നന്നായി കിട്ടിക്കഴിയുമ്പോൾ അൽഗോരിതം അത് പകലാണോ രാത്രിയാണോ നോക്കത്തില്ല. പകലും രാത്രിയിലും എല്ലാ സമയത്തും അൽഗോരിതം നിങ്ങളുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും. നിങ്ങളുടെ വീഡിയോ അവിടെ വൈറലാവുകയും ചെയ്യും. ഇനി ഈ നൈറ്റ് അപ്ലോഡിൻ്റെ ഈ ഒരു ഫോർമുല എന്ന് പറയുന്നത് ഇത് എല്ലാ വീഡിയോസിലും വർക്ക് ചെയ്യത്തില്ല. അതായത് നിങ്ങൾ ഏത് തരത്തിലുള്ള വീഡിയോസും ക്രിയേറ്റ് ചെയ്തിട്ട് നൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ വർക്ക് ചെയ്യണമെന്നില്ല. അതായത് നിങ്ങൾ ഈ പോസ്റ്റ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ ഇതൊരു ഫണ്ണി വീഡിയോ ആണെങ്കിൽ, ഇതൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണെങ്കിൽ, ഇതൊരു ഇമോഷണൽ ടച്ച് തരുന്ന വീഡിയോ ആണെങ്കിൽ, അതുമല്ലെങ്കിൽ ഇതൊരു മോട്ടിവേഷണൽ വീഡിയോ ആണെങ്കിൽ ഇത് ഇവിടെ 100% വർക്ക് ചെയ്യും. ഇവിടെ നിങ്ങളുടെ ആ വീഡിയോ വൈറൽ ആവുകയും ചെയ്യും. ഇതിന് കാരണം എന്ന് പറയുന്നത് പകൽ മുഴുവൻ ഈ ഓഡിയൻസ് വർക്ക് ചെയ്തിട്ട് രാത്രിയിൽ അവരവരുടെ പ്രൈവറ്റ് സ്പേസിലാണ്, അവരവരുടെ ബെഡിലാണ്. ഇവിടെ അവരൊന്ന് റിലാക്സ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളിങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. കാരണം ഇത്തരത്തിലുള്ള വീഡിയോസാണ് ഇതിനവിടെ ഉപകരിക്കുന്നതും ഇതുപോലുള്ള വീഡിയോസ് കാണാനാണ് ആ സമയത്ത് അവർ ആഗ്രഹിക്കുന്നതും. അപ്പോൾ ഇതുപോലെ വളരെ നല്ല ഫണ്ണി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫണ്ണി വീഡിയോ അവർ കണ്ടു കഴിഞ്ഞാൽ അവരത് വീണ്ടും കാണുകയും അതുപോലെ അവരവരുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് ഫോൺ ചെയ്ത് ചിലപ്പോൾ പറയും, എടാ ഞാനൊരു അടിപൊളി വീഡിയോ അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എടി ഞാനൊരു അടിപൊളി വീഡിയോ അയച്ചിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കണേ. ഈ രീതിയിൽ ഷെയർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ ഷെയറിലൂടെ കൂടുതൽ വീസി കിട്ടുകയും ചെയ്യും. നമ്മുടെ വീഡിയോസ് അവിടെ വൈറൽ ആവുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും രാത്രിയിൽ അപ്ലോഡ് ചെയ്യാം. അതല്ല നിങ്ങൾ നോർമലായിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ പകൽ അപ്ലോഡ് ചെയ്താലും രാത്രിയിൽ അപ്ലോഡ് ചെയ്താലും അവിടെ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി ഇവിടെ ചോദ്യം വരുന്നത് ശരിക്കും നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാകത്തില്ല. അത് നമുക്ക് തന്നെ മനസ്സിലാകത്തില്ല. നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആളുകളെ ചിരിപ്പിക്കുന്ന വീഡിയോ ആണോ, ആളുകൾക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ, ആളുകളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണെന്നുള്ളത് നമുക്കും മനസ്സിലാകത്തില്ല. അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങൾ ആഴ്ചയിൽ ഒരു 6 വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരാണെന്ന് കരുതുക. അതിൽ ഒരു ആദ്യത്തെ വീഡിയോ നിങ്ങളൊരു വൈകിട്ട് 5 മണിക്കും 6 മണിക്കും ഇടയ്ക്കായിട്ട് അപ്ലോഡ് ചെയ്ത് നോക്കുക. അതിനുശേഷം രണ്ടാമത്തെ വീഡിയോയും നിങ്ങൾ അതേ സമയത്ത് വൈകിട്ട് 5 മണിക്കും 6 മണിക്കും ഇടയ്ക്കായിട്ട് അപ്ലോഡ് ചെയ്യുക. മൂന്നാമത്തെ വീഡിയോയും അതേ സമയത്ത് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഇനി ഒരു 3 വീഡിയോസ് കൂടെ ബാക്കിയുണ്ടല്ലോ, അത് നിങ്ങളൊരു രാത്രിയിൽ 9 മണിക്കും 10 മണിക്കും ഇടയ്ക്കായിട്ട് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കുക ഇവിടെ ഏത് സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിനാണ് നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഈ രാത്രിയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള, അതായത് 9 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിന് കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാം നിങ്ങളുടെ വീഡിയോസ് ആളുകളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്, നിങ്ങളുടെ വീഡിയോസ് ആളുകളെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ നിങ്ങൾക്ക് ഇനി മുതൽ നൈറ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് നൈറ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് വ്യൂസ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നൈറ്റ് അപ്ലോഡ് ചെയ്യരുത്. നിങ്ങൾ നോർമലി എങ്ങനെയാണോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അതേ സമയത്ത് തന്നെ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. പക്ഷേ ഒരു കാര്യം നിങ്ങളിവിടെ മനസ്സിലാക്കി വെക്കുക, ആരും തെറ്റിദ്ധരിക്കരുത്. അതായത് നിങ്ങൾ ഓൺലി രാത്രിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൈറൽ ആകണമെന്നില്ല. നിങ്ങളുടെ വീഡിയോയുടെ കണ്ടന്റ് അടിപൊളിയായിരിക്കണം, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം, ആളുകളെ ചിരിപ്പിക്കുന്നതായിരിക്കണം, ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കണം. ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള കാറ്റഗറിയിലുള്ള വീഡിയോസ് ആണെങ്കിൽ മാത്രമേ അത് നിങ്ങൾ രാത്രിയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് അവിടെ വൈറൽ ആകത്തുള്ളൂ. ഇനി നിങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ രാത്രിയിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങട്ടെ, ഈ ഒരു ചോദ്യമാണ് നിങ്ങളുടെതെങ്കിൽ യെസ്, നിങ്ങൾക്ക് തുടങ്ങാം. പക്ഷേ ആദ്യം നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ആഴ്ചയിൽ പല സമയത്തായിട്ട് നിങ്ങൾ ഒരാഴ്ചയിൽ അപ്ലോഡ് ചെയ്ത് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് രാത്രിയിൽ അപ്ലോഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നൈറ്റ് അപ്ലോഡ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അഥവാ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നൈറ്റ് അപ്ലോഡ് ചെയ്യരുത്. നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.